Welcome all. In this section we are going to discuss one lemma and three theorems. The theorems are every step functions on closed interval AB are Riemann integrable, and every continuous functions on closed interval AB are Riemann integrable, and every monotone functions on closed interval AB are Riemann integrable. Okay, for that first we have to prove a lemma. Let's see the statement. The statement is, if J is a subinterval of closed interval AB having endpoints C less than D, and if phi j of x is equal to the step function 1 for x element of J and 0 elsewhere in AB, then phi j is Riemann integrable over AB and integral A to B phi j is equal to D minus C. Okay, so lemma പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ ഒരു സബ് ഇൻ്റർവെല്ലാണ് ജെ വിത്ത് എൻ പോയിൻറ്റ്സ് സി ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ഇൻ്റർവൽ സി ഡി ആകാം, ക്ലോസ് ഇൻ്റർവൽ സി ഡി ആകാം, അല്ലെങ്കിൽ സെമി ഓപ്പൺ ഇൻ്റർവൽ സി ഡി ആകാം. എന്തായാലും ജെ എന്ന് പറയുന്നത് ഒരു സബ് ഇൻ്റർവെല്ലാണ് ഹാവിങ് എൻ പോയിൻറ്റ്സ് സി ലെസ് ദാൻ ഡി. ആൻഡ് ഫൈ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജെയിലുള്ള പോയിൻറ്റ്സിന് മാത്രം 1ഉം അല്ലാത്ത പോയിൻറ്റ്സിനൊക്കെ 0 ആയിട്ടാണ്. സോ ക്ലിയർലി ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഫൈ ജെ എന്ന് പറയുന്നത് ആർ എ ബിയിൽ ഉണ്ടെന്നും ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഡി മൈനസ് സി ആണെന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് എന്നാണ് കേട്ടോ. ജെയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ഫൈ ജെ. ഓക്കെ, നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജെയ്ക്ക് ഈ 4 ടൈപ്പ് ഓഫ് ഇൻ്റർവെൽസിൽ ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ ആദ്യം ജെ ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവെൽ സി ഡി ആയിട്ട് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് പി ഡോട്ട് എന്ന് പറയുന്ന ഒരു ആർബിട്രറി ആയിട്ടുള്ള ടാഗ്ഡ് പാർട്ടീഷൻ ക്ലോസ് ഇൻ്റർവെൽ എ ബിയുടെ കൺസിഡർ ചെയ്യാണ് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ടാഗുകൾ ഇവിടെ വരുന്നത് T1, T2, എക്സ്ട്രാ TN ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ടാഗുകൾ എന്തായാലും ജെ എന്ന് പറയുന്ന സബ് ഇൻ്റർവെല്ലിൽ പെട്ടിട്ടുണ്ടായിരിക്കും. അവർ TJ മുതൽ TK വരെയുള്ള ടാഗുകളാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഫൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജെയിലുള്ള വാല്യൂസിന് 1ഉം അല്ലാത്ത വാല്യൂസിനൊക്കെ 0യുമാണ്. അങ്ങനെയാണെങ്കിൽ എസ് ഫൈ ജെ പി ഡോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഫൈ ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു ജെ ടു കെ ഫൈ ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. കാരണം ഫൈ ജി ഓഫ് ടി ഐക്ക് നോൺ സീറോ വാല്യൂ കിട്ടുന്നത് ജെയിലുള്ള ടാഗുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജെയിലുള്ള ടാഗുകൾ എന്ന് പറയുന്നത് ടി ജെ മുതൽ ടി കെ വരെയുള്ള ടാഗുകളാണ്. അപ്പോൾ അവരുടെ മാത്രമേ നമുക്ക് എഴുതേണ്ട കാര്യമുള്ളൂ, ബാക്കിയുള്ള ടേംസിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു ജെ ടു കെ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. കാരണം ഫൈ ജി ഓഫ് ടി ഐ ഈക്വൽ ടു ജെ ടു കെയിൽ വാല്യൂ 1 ആണ്. കാരണം അതൊക്കെ ജെയിലുള്ള ടാഗുകളാണ്. സോ അവരുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കെ മൈനസ് എക്സ് ജെ മൈനസ് 1. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഈ എക്സ് കെ മൈനസ് എക്സ് ജെ മൈനസ് 1ൻ്റെ റേഞ്ച് നോക്കിയിട്ടാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ആദ്യം എക്സ് കെയുടെ റേഞ്ചും മനസ്സിലാക്കണം, അതുപോലെ എക്സ് ജെ മൈനസ് 1ൻ്റെ റേഞ്ചും മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൊട്ടിയാണ്. ആദ്യം എക്സ് കെയുടെ കാര്യമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ ജെ എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവൽ സി ഡിയുടെ ഉള്ളിലുള്ള ടാഗുകളാണ് ടി ജെ മുതൽ ടി കെ വരെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ലാസ്റ്റ് ടാഗാണ് ടി കെ. അപ്പോൾ ടി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും, ആൻഡ് ഡി ലെസ് ദാൻ ടി കെ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ നമുക്കറിയുന്ന കാര്യമാണ് ടി കെ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് എടുത്തിട്ടുള്ളത് ക്ലോസ് ഇൻ്റർവൽ എക്സ് കെ മൈനസ് 1 എക്സ് കെ എന്നാണ്. അതുപോലെ ടി കെ പ്ലസ് 1 എന്ന് പറഞ്ഞ ടാഗ് എടുത്തിട്ടുള്ളത് എക്സ് കെ ക്ലോസ് ഇൻ്റർവൽ എക്സ് കെ പ്ലസ് 1 എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അടുത്ത ലൈനായിട്ട് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സ് കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ടി കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എക്സ് കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ എക്സ് കെ പ്ലസ് 1 ആണ്. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് എക്സ് കെ മൈനസ് 1ൻ്റെയും എക്സ് കെ പ്ലസ് 1ൻ്റെയും ഇടയ്ക്കാണ് എക്സ് കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് കെ മൈനസ് 1ൻ്റെയും എക്സ് കെ പ്ലസ് 1ൻ്റെയും ഇടയിലാണ് ഡിയും എക്സ് കെയും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള മോഡുലസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം 2 ഡെൽറ്റ ആയിരിക്കും. അതായത് മോഡ് എക്സ് കെ മൈനസ് ഡി ഇസ് ലെസ് ദാൻ
2 ഡെൽറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം നോം പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഈ മോഡുലസ് ഓപ്പൺ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ദാറ്റ് ഈസ് ഡി മൈനസ് 2 ഡെൽറ്റ ഈസ് ലെസ് ദാൻ എക്സ് കെ ഈസ് ലെസ് ദാൻ ഡി പ്ലസ് 2 ഡെൽറ്റ. അതായത് എക്സ് കെ ഇരിക്കുന്ന ഒരു റേഞ്ച് നമുക്ക് കിട്ടി. ഇതേപോലെ എക്സ് ജെ മൈനസ് 1 ഇരിക്കുന്ന ഒരു റേഞ്ചും നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന സീനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അതായത് ക്ലോസ് ഇൻ്റർവൽ സി ഡി അതാണ് നമ്മുടെ ജെ. അതിലുള്ള ആദ്യത്തെ ടാഗാണ് ടി ജെ. അപ്പോൾ ടി ജെ മൈനസ് 1 എന്തായാലും ജെയുടെ പുറത്തായിരിക്കും. ദാറ്റ് ഈസ് ടി ജെ മൈനസ് 1 ലെസ് ദാൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ജെ. ഇനി ടി ജെ മൈനസ് 1 എടുത്തിട്ടുള്ളത് ക്ലോസ് ഇൻ്റർവൽ എക്സ് ജെ മൈനസ് 2 എക്സ് ജെ മൈനസ് 1 എന്നാണ്. അതുപോലെ ടി ജെ എടുത്തിട്ടുള്ളത് ക്ലോസ് ഇൻ്റർവൽ എക്സ് ജെ മൈനസ് 1 എക്സ് ജെ എന്നാണ്. ഓക്കെ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് എക്സ് ജെ മൈനസ് 2 ലെസ് ദാൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ജെ. ഓക്കെ, അതായത് സി ഇരിക്കുന്നത് എക്സ് ജെ മൈനസ് 2ൻ്റെയും എക്സ് ജെയുടെയും ഇടയ്ക്കാണ്. അതുപോലെ തന്നെ നമുക്കറിയുന്നൊരു കാര്യമാണ് എക്സ് ജെ മൈനസ് 2ൻ്റെയും എക്സ് ജെയുടെ ഇടയ്ക്ക് തന്നെയാണ് എക്സ് ജെ മൈനസ് 1 ഇരിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ രണ്ടുപേരുടെയും മോഡുലസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം 2 ഡെൽറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് മോഡ് എക്സ് ജെ മൈനസ് 1 മൈനസ് സി ഇസ് ലെസ് ദാൻ 2 ഡെൽറ്റ. വീണ്ടും ഈ മോഡുലസ് ഒന്ന് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3യുടെ മുകളിൽ അതായത് സി മൈനസ് 2 ഡെൽറ്റ ലെസ് ദാൻ എക്സ് ജെ മൈനസ് 1 ലെസ് ദാൻ സി പ്ലസ് 2 ഡെൽറ്റ എന്ന് കിട്ടും. ഇതിൽ നമുക്ക് മൈനസ് എക്സ് ജെ മൈനസ് 1നെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മൈനസ് സി മൈനസ് 2 ഡെൽറ്റ ലെസ് ദാൻ മൈനസ് എക്സ് ജെ മൈനസ് 1 ലെസ് ദാൻ മൈനസ് സി പ്ലസ് 2 ഡെൽറ്റ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്പർ 2ഉം 3യും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അടുത്തത് എഴുതിയിട്ടുള്ളത്. രണ്ടും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി മൈനസ് സി മൈനസ് 4 ഡെൽറ്റ ലെസ് ദാൻ എക്സ് കെ മൈനസ് എക്സ് ജെ മൈനസ് 1 ലെസ് ദാൻ ഡി മൈനസ് സി പ്ലസ് 4 ഡെൽറ്റ എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് കെ മൈനസ് എക്സ് ജെ മൈനസ് 1 എന്തിനോട് ഈക്വലാണ്? എസ് 5j പി ഡോട്ടിനോട് ഈക്വലാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എസ് 5j പി ഡോട്ട് മൈനസ് ഡി മൈനസ് സി ഈസ് ലെസ് ദാൻ 4 ഡെൽറ്റ എന്നാണ്. ഓക്കെ, സോ ഫോർ എ ഗിവൺ എപ്സിലോൺ പോസിറ്റീവ് നമുക്ക് ഡെൽറ്റ എപ്സിലോൺ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. എപ്സിലോൺ ബൈ 4 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എസ് 5j പി ഡോട്ട് മൈനസ് ഡി മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും ഫോർ ഓൾ ടാഗ്ഡ് പാർട്ടീഷൻസ് പി ഡോട്ട് ഓഫ് എ ബി വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ എപ്സിലോണും ഡെൽറ്റ എപ്സിലോണും ഉണ്ട്. സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ മീൻസ് 5j is clearly Riemann integrable over AB and the integral value of 5j is equal to d minus c. Okay, so നമ്മുടെ j ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ സി ഡി എന്നുള്ള രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നും ഇൻ്റഗ്രൽ വാല്യൂ ഡി മൈനസ് സി ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി മറ്റുള്ള ടൈപ്പ് ഓഫ് ഇൻ്റർവൽസ് ആണെങ്കിലും ഇത് ട്രൂ ആണെന്ന് നമുക്ക് പറയണം അല്ലേ. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫംഗ്ഷൻ 5j എന്ന് പറയുന്ന ഫംഗ്ഷൻ ജെ 4 ടൈപ്പിൽ ഏത് ടൈപ്പ് ആണെങ്കിലും ഇവരെല്ലാവരും ഈക്വൽ ആയിരിക്കും എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്. ശരിയല്ലേ? കാരണം ഭൂരിഭാഗവും പോയിൻറ്റ്സും ഇവിടെ എല്ലായിടത്തും കോമൺ ആണ്. അപ്പോൾ അവർക്കൊക്കെ 1 കിട്ടും, ബാക്കിയുള്ളവർക്കൊക്കെ 0 കിട്ടും. അപ്പോൾ ഇവർ ഈക്വൽ അല്ലാതെ വരുന്ന പോയിൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു 5j j ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ സി ഡി ആണെങ്കിൽ അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് ഷോ ചെയ്തു. അപ്പോൾ നമ്മളൊരു മുന്നേ ഒരു തിയറത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എഫും ജിയും ഈക്വൽ ആണ് എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നുള്ളൊരു തിയറത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ ഒരാൾ നമ്മൾ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് ഷോ ചെയ്തു. അപ്പോൾ അത് പ്രകാരം ബാക്കിയുള്ള 3 പേരും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അവരുടെ എല്ലാം ഇൻ്റഗ്രൽ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ടുള്ള ഡി മൈനസ് സിയോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് ദി ലെമ്മ. Now we are going to the first theorem, that is if phi is a step function on closed interval AB, then phi is Riemann integrable over AB. Okay, so the proof is very simple because of this lemma. Okay, അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ് ഫൈ എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് അസ്യൂം ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ K1 K2 എക്സെട്ര Km ആണെന്ന്
വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനെ സമ്മേഷൻ i ഈക്വൽ ടു 1 to m ki ഇൻറ്റു ഫൈ ജെ ഐ എന്ന് എഴുതാനായിട്ട് പറ്റും. വേർ ജെ ഐ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ സബ് ഇൻ്റർവൽസ് ആണ്. J1 J2 എക്സ്ട്രാ JM ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ സബ് ഇൻ്റർവൽസ് ആണ് വിത്ത് എൻഡ് പോയിൻറ്റ്സ് CI DI where CI less than DI and the values at which the values K1 K2 etc. Km are assumed. അതായത് J1ലാണ് K1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്, J2ലാണ് K2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്, എക്സെട്ര JMലാണ് KM എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്. ഇനി ഫൈ ജെ ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജെ ഐയിലുള്ള പോയിൻറ്റ്സിന് 1ഉം അല്ലാത്ത പോയിൻറ്റ്സിനൊക്കെ 0യും കൊടുക്കുന്ന എലിമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊരു സ്റ്റെപ്പ് ഫംഗ്ഷനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഓഫ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സ് ഏത് ജെ ഐയിലാണോ ഇരിക്കുന്നത് അവിടെയുള്ള കെ ഐ ആണ് അത് എടുക്കുക എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനെ ഇങ്ങനെ എഴുതാം എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ബൈ ദ പ്രീവിയസ് ലെമ്മ നമുക്കറിയാം ഫൈ ജെ ഐ എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. കാരണം എലിമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ജെ ഐയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എലിമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ഫൈ ജെ ഐ. സോ ദാറ്റ് ഈസ് ക്ലിയർലി റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ എ ബി ഫോർ i ഈക്വൽ ടു 1 to m. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആരെ എഴുതിയിട്ടുള്ളത്, ഫൈനെ എഴുതിയിട്ടുള്ളത്. സോ ബൈ ലീനിയറിറ്റി പ്രോപ്പർട്ടി ഓഫ് റീമാൻ ഇൻ്റഗ്രൽസ് വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ഫൈ ഇസ് എൻ എലമെൻറ്റ് ഓഫ് ആർ എ ബി. നമ്മളവിടെ ലീനിയറിറ്റി പ്രോപ്പർട്ടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് പ്ലസ് ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതുപോലെ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ കെ ഇൻറ്റു എഫും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈ എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി ഫൈയുടെ ആ സമ്മേഷൻ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യാണ്. എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to m കെ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ജെ ഐ എന്ന് കിട്ടും. ജെയുടെ എൻ പോയിൻറ്റ്സ് ഡി ഐയും സി ഐയും ഡി ഐയും ആയതുകൊണ്ട് നമുക്ക് ആ ഇൻ്റഗ്രൽ വാല്യൂ ഡി ഐ മൈനസ് സി ഐ എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ 1 to m കെ ഐ ഇൻറ്റു ഡി ഐ മൈനസ് സി ഐ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് ആ തീരത്തിൽ ഷോ ചെയ്യാനില്ല, എന്നിരുന്നാലും ജസ്റ്റ് ഷോ ചെയ്തൊന്നേ ഉള്ളൂ, അടുത്ത തീരത്തിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഫൈനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലിമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയതുകൊണ്ട് ഫൈ ക്ലിയർലി റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാം യൂസിങ് ലീനിയറിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് തിയറം ഈസ് if f from a to b if f from closed double ab to r is continuous on closed double ab, then f is Riemann integrable on ab. ഓക്കെ, അതായത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. സോ പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ എഫ് ഫ്രം ക്ലോസ്ഡ് ഡബിൾ എ ബി ടു ആർ കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ക്ലോസ്ഡ് ഡബിൾ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും ബൈ ദ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. Okay, so for a given epsilon we can find a delta greater than 0 such that for a given epsilon positive we can find a delta greater than 0 depending only on epsilon such that mod f of x minus f of y is less than epsilon by b minus a whenever mod x minus y is less than delta. Let it be equation number 1. ഇത് നമുക്ക് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞതുകൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എപ്സിലോൺ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്യുകയാണ് ക്ലോസ്ഡ് ഡബിൾ എ ബിയുടെ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഡെൽറ്റ താഴെ നോം വരുന്ന ഒരു പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എഫ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഓരോ ക്ലോസ്ഡ് സബ് ഇൻ്റർവെല്ലും എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന് പറയുന്ന സബ് ഇൻ്റർവെല്ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ബൈ മാക്സിമം മിനിമം തിയറം എഫിന് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ആ ഇൻ്റർവെല്ലിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോസ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ മിനിമം വാല്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് യു ഐ എന്ന് പറയുന്ന പോയിന്റിലാണെന്നും മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് വി ഐ എന്ന് പറയുന്ന പോയിന്റിലാണെന്നും നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും. ആൽഫ എപ്സിലോൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് യു ഐ ആണ് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് സെമി ഓപ്പൺ ഇൻ്റർവെൽ xi minus 1 xi and I equal to 1 to x n minus 1,
and equal to f of un for x element of closed interval xn minus 1 xn. അതായത് ഓരോ സബ് ഇൻ്റർവെൽസും അത് നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സബ് ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലും അതിന് മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ ആയിട്ടാണ് ഇവിടെ നമ്മൾ ആൽഫ എപ്സിലോൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലും നമ്മളതിൻ്റെ മിനിമം വാല്യൂ ആണ് എഫ് ഓഫ് യു ഐ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇൻ്റർവെൽ ക്ലോസ്ഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ യൂണിയൻ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇൻ്റർവെല്ലും അത് തന്നെയാണ് എഫ് ഓഫ് യു എൻ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിനിമം വാല്യൂ. ഓക്കെ, ഇനി ഒമേഗ എപ്സിലോൺ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൽഫ എപ്സിലോണിൽ മിനിമം വാല്യൂസ് ആണ് എടുത്തതെങ്കിൽ ഒമേഗ എപ്സിലോണിൽ മാക്സിമം വാല്യൂസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ഇൻ്റർവെല്ല് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐയിലും അവിടുത്തെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള എഫ് ഓഫ് വി ഐ സെറ്റ് ചെയ്തു. അതുപോലെ ലാസ്റ്റ് ഇൻ്റർവെല്ല് ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് എൻ മൈനസ് 1 എക്സ് എന്നിൽ എഫ് ഓഫ് വി എൻ ആയിട്ടും സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ക്ലിയർലി ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആണ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു സ്റ്റെപ്പ് ഫംഗ്ഷൻസ് എല്ലാം റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കണ്ടു. സോ ഇവർ രണ്ടുപേരും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്ക് പറയാം. ഇനി ക്ലിയർലി ഈ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇത് വെരി ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയണം സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട്. എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളതൊന്ന് ചെക്ക് ചെയ്യാണ്. ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് ആദ്യം ഇൻ്റഗ്രൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ എന്താണെന്ന് നോക്കാം. അത് ഓരോ സബ് ഇൻ്റർവെല്ലും എടുക്കുന്നത് എഫ് ഓഫ് വി ഐ ആണ് അല്ലേ. എഫ് ഓഫ് എന്തായിരുന്നു എഫ് ഓഫ് വി ഐയും എഫ് ഓഫ് വി എന്നും ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ടോട്ടൽ സമ്മേഷനിൽ എങ്ങനെ എഴുതാം? സമ്മേഷൻ 1 to n എഫ് ഓഫ് വി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 കിട്ടും. മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് യു ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 ആണ്. കാരണം ഡബ്ല്യു എപ്സിലോണും ആൽഫ എപ്സിലോണും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റർവെൽസിലാണ് അല്ലേ. ഓരോ സബ് ഇൻ്റർവെൽസിനും ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ തിയറത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ 1 to m കെ ഐ ഇൻറ്റു ഡി ഐ മൈനസ് സി ഐ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജെ ഐകളായിട്ട് സി ഐ ഡി ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് ഉണ്ടായിരുന്നത് അല്ലേ. അവിടുത്തെ അസ്യൂം ചെയ്ത വാല്യൂ കെ ഐ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ ഒമേഗ എപ്സിലോൺ എടുക്കുന്ന വാല്യൂസാണ് എഫ് ഓഫ് വി ഐ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെല്ലാണ് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഫോർമുല എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ കമ്പൈൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ലെസ് ദാൻ സമ്മേഷൻ 1 to n എപ്സിലോൺ ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 എഴുതാം. കാരണം നമ്മൾ നോമ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടാണ് ഈ പാർട്ടീഷൻ എടുത്തിട്ടുള്ളത്. സോ എക്സ് ഐ വി ഐ മൈനസ് യു ഐ എന്ന് പറയുന്നത് മാക്സിമം ലെസ് ദാൻ ഡെൽറ്റയാണ് വരത്തുള്ളൂ ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വി ഐ മൈനസ് എഫ് ഓഫ് യു ഐൻ്റെ ലെങ്ത്തും ലെസ് ദാൻ എപ്സിലോൺ ബൈ ബി മൈനസ് എ ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത സ്റ്റേജിൽ നമുക്ക് എപ്സിലോൺ ബൈ ബി മൈനസ് എ കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുക്കാം. ബാക്കി സമ്മേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇൻ്റർവെലിൻ്റെ ലെങ്ത് ആണ് ബി മൈനസ് എ. സോ നമുക്ക് എപ്സിലോണിന് കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്യൂസ് തിയറത്തിന് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങളും കിട്ടി. ഫോർ എവറി എപ്സിലോൺ നമ്മൾ 2 സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോൺ ഒമേഗ എപ്സിലോൺ കണ്ടുപിടിച്ചു. അതായത് റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള 2 ഫംഗ്ഷൻസിനെ കണ്ടുപിടിച്ചു. സച്ച് ദാറ്റ് ഒരാൾ ഫംഗ്ഷൻ്റെ ലെഫ്റ്റിലും ഒരാൾ ഫംഗ്ഷൻ്റെ റൈറ്റിലുമാണ്. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോണുമാണ്. ഹെൻസ് ബൈ സ്ക്യൂസ് തിയറം വി ക്യാൻ സേ ദാറ്റ് എഫ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് ആർ എ ബി. Okay, next we have theorem that let f from closed interval AB to R be monotone on closed interval AB, then f is an element of RAB.
അതായത് ക്ലോസ്ഡ് ഡബിൾ എ ബിയിൽ ഡിഫൈൻ ചെയ്ത മൊണോട്ടോൺ ഫംഗ്ഷൻസ് എല്ലാം റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് ഓവർ എ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മൊണോട്ടോൺ എന്ന് പറയുമ്പോൾ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ്ങും ഉണ്ടാവാം, മൊണോട്ടോണിക്കലി ഡിക്രീസിങ്ങും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കേസ് ഇവിടെ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിട്ടാണ് ഫംഗ്ഷൻ എടുക്കുന്നത്. മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫിനെ -f വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് നമുക്കിത് തന്നെ പറയാം. ഓക്കെ, സോ അസ്യൂം എഫ് ഈസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ്. Now for n element of n, consider the partition Pn is equal to x0, x1, etc. xn with xk minus xk minus 1 is equal to b minus a by n for k equal to 1 to x n. അതായത് നമ്മൾ ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും പാർട്ടീഷൻസ് കൺസിഡർ ചെയ്യാണ്. അതിനെ n ഈക്വൽ സബ് ഇൻ്റർവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് b മൈനസ് എ ബൈ n ആണ്. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള സബ് ഇൻ്റർവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ പാർട്ടീഷനിൽ. ഇനി എഫ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട് ഓരോ ഇൻ്റർവൽസ് എക്സ് കെ മൈനസ് 1 എക്സ് കെയിലും അതിൻ്റെ മിനിമം വാല്യൂം അതുപോലെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ക്ലിയർലി എക്സ് കെ മൈനസ് 1 മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തിട്ടുള്ളത് എക്സ് കെയിലായിരിക്കും. അത് ഇൻക്രീസിങ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ദിസ് ഈസ് ട്രൂ ഫോർ എവറി കെ ഈക്വൽ ടു 1 to x n. എല്ലാ ഇൻ്റർവൽസിലും ഇത് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാം. ആൽഫ ഓഫ് എക്സും ഒമേഗ ഓഫ് എക്സും. ആൽഫ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ എക്സ് കെ മൈനസ് 1 എക്സ് കെയിൽ അവിടുത്തെ മിനിമം വാല്യൂ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് കെ മൈനസ് 1ഉം ലാസ്റ്റ് ഇൻ്റർവെല്ലായിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് എൻ മൈനസ് 1 എക്സ് എന്നിൽ അവിടുത്തെ മിനിമം വാല്യൂ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1ഉം ഡിഫൈൻ ചെയ്തു. ഇതുപോലെ ഒമേഗ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാക്സിമം വാല്യൂസ് വെച്ചിട്ടാണ്. അതായത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ എക്സ് കെ മൈനസ് 1 എക്സ് കെയിൽ അവിടുത്തെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് കെയും ആൻഡ് ലാസ്റ്റ് ഇൻ്റർവെല്ലിൽ അവിടുത്തെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആൽഫയും ഡബ്ല്യൂയും ക്ലിയർലി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആണ് ആൻഡ് സോ ദേ ആർ റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ എ ബി. പോരാത്തതിന് നമ്മൾ ഈ മിനിമം മാക്സിമം വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ആൽഫ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഡബിൾ എ ബി എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ മൈനസ് ആൽഫയാണ്. ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ നൗ വി ആർ ചെക്കിങ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ മൈനസ് ആൽഫ. അതിലാദ്യം ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എഴുതി. ദാറ്റ് ഈസ് സമ്മേഷൻ 1 to n എഫ് ഓഫ് എക്സ് കെ മൈനസ് 1 into xk minus xk minus 1 minus summation 1 to n f of xk into xk minus xk minus 1. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ പാർട്ടീഷൻ എടുത്തിട്ടുള്ളത് തന്നെ എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 ബി മൈനസ് എ ബൈ എൻ ആയിട്ടാണ്. അത് റീപ്ലേസ് ചെയ്തു. കോൺസ്റ്റൻ്റ് ആയത് കാരണം ബി മൈനസ് എ ബൈ എൻ പുറത്തേക്ക് വരും. ബാക്കി സമ്മേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്നായിരിക്കും. ദാറ്റ് ഈസ് ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഓക്കെ, സോ ഇത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും പാർട്ടീഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ കയ്യിൽ ഒരു എപ്സിലോൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിനെ ചൂസ് ചെയ്യണം. എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ലെസ് ദാൻ എൻ ആകുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പറിനെ നമ്മൾ ചൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു എപ്സിലോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ഈ ഒരു ക്വാണ്ടിറ്റി ലെസ് ദാൻ എൻ ആകുന്ന രീതിയിലുള്ള എന്നിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടീഷൻ പി എൻ ഉണ്ടായിരിക്കും. അതിൻ്റെ നോം എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ നോം നമുക്ക് വേണമെങ്കിൽ ബി മൈനസ് എ ബൈ എൻ നമുക്ക് ഡെൽറ്റ എപ്സിലോൺ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിട്ടുള്ള ഏത് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ മൈനസ് ആൽഫ ലെസ് ദാൻ എപ്സിലോണിന് കിട്ടും. ഓക്കെ, സോ ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഡെൽറ്റ എപ്സിലോൺ വേണമെന്നില്ല. ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി അങ്ങനെയുള്ള രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടതാണ്. പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലായി. സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ സ്ക്യൂസ് തിയറം.
So by using Squeeze theorem we can say that f is clearly Riemann integrable over AB. Okay, so monotonically increasing ആണെങ്കിൽ f Riemann integrable ആണ്. Similarly we can say that by replacing f by minus f we can say that f is Riemann integrable whenever it is monotonically decreasing also. So this is the theorem. Thank you.